नमो भगवते वासुदेवाय। ओम 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 नमो भगवते वासुदेवाय। हरे कृष्ण. श्रीमद् भागवतम 10 स्कंदम പരമശ്രേയസ അധ്യായം 16. കൃഷ്ണൻ കളിയസർപ്പത്തിനെ ശിക്ഷിക്കുന്നു. ശ്ലോകങ്ങൾ 37 മുതൽ 41 വരെ. 37. न नागपृष्ठं न च सार्वभौमं न पारमेष्ट्यं न रसाधिपत्यं न योगसिद्धि अपुनर्भवं वां वाञ्छति यत्पादरज प्रपन्ना. न नागपृष्ठं न च सार्वभौमं न पारमेष्ट्यं न रसाधिपत्यं न योगसिद्धिर् अपुनर्भवं वां वाञ्छति यत्पादरज प्रपन्ना. न नागपृष्ठं न च सार्वभौमं न पारमेष्ट्यं न रसाधिपत्यं न योगसिद्धिर्न पुनर्भवं वां वाञ्छन्ति यत्पादरज प्रपन्ना. हरे कृष्ण. न नागपृष्ठं न च सर्वभौमं न पारमेष्ट्यं न रसाधिपत्यं न योगसिद्धिरपुनर्भवं वा वाञ्छन्ति यत्पाद रजप्रपन्ना. പദാനുപദാർത്ഥം. ന ഇല്ല, നാഗപൃഷ്ഠം സ്വർഗം, ന ച അതുമല്ല, സർവഭൗമം സർവാധിപത്യം, ന ഇല്ല, പാരമേഷ്ട്യം ബ്രഹ്മപദം, ന ഇല്ല, രസാധിപത്യം ഭൂമിക്കുമേലുള്ള അധീശത്വം, ന ഇല്ല, യോഗസിദ്ധികൾ, അപുന ഭവം വ പുനർജന്മത്തിൽ നിന്ന് മുക്തി, വാഞ്ചന്തി ആഗ്രഹിക്കുക, യത് ആരുടെ, പാദരജ പാദധൂളി, പ്രപന്ന പ്രാപിച്ചവർ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഹിന്ദുരുവടിയുടെ പാദധൂളി സ്പർശം ഏൽക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ പിന്നെ സ്വർലോകത്തെ രാജപദവിയോ പരിമിതികളില്ലാത്ത പരമാധികാരമോ ബ്രഹ്മപദമോ രസാതലത്തിന്റെ ആധിപത്യമോ ആഗ്രഹിക്കുകയില്ല. യോഗസിദ്ധികളോ മോക്ഷം പോലുമോ അവർക്ക് താല്പര്യമില്ലാത്തവയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 38. തദേശ നാഥാവ ദുരാപ്യുംനൈസ് തമോജനി ക്രോധവശോഭ്യഹീഷാം സംസാരചക്രേ ഭ്രമധാ ശരീരിണേ യതിച്ഛതസ്യാം വിഭവത് സമക്ഷാം. തദേശ നാഥാവ ദുരാപമന്യേസ് തമോജനി ക്രോധവശോഭ്യഹീഷാം സംസാരചക്രേ ഭ്രമധാ ശരീരിണോ യതിച്ഛതസ്യ വിഭവ സമക്ഷാം. തദേശ നാഥാവസുരപ്യന്യേസ് തമോജനി ക്രോധവശോഭ്യഹീഷാം സംസാരചക്രേ ഭ്രമത ശരീരിണോ യതിച്ഛതസ്യ വിഭവ സമക്ഷാം. ശ്രീമാജി. ഹരേ കൃഷ്ണപ്രഭുജി. തഥേതനാദാപദുരാപമന്യസ്തമോജനി ക്രോധവശോപ്യഹീഷ സംസാരചക്രേ ഭ്രമത ശരീരിണോ യദിച്ഛതാ സ്യാദ് വിഭവത് സമക്ഷഃ. അത് ഏഷ ഇവൻ ഈ കാളിയൻ, നാഥ ഹേ നാഥ, ആവ പ്രാപിച്ചു, ദുരാപ പ്രാപിക്കാൻ പ്രയാസമുള്ള, അന്യേ മറ്റുള്ളവരാൽ, തമ ജനി തമോ ഗുണത്തിൽ നിന്ന് ജനിച്ചവനായ, ക്രോധവശ അപി ക്രോധത്തിന് കീഴ്പ്പെട്ടവൻ ആണെങ്കിലും, അഹി ഈശ നാഗരാജാവായ, സംസാര ചക്രേ ഭൗതിക ലോകത്തിന്റെ സംസാര ചക്രത്തിൽ, ഭ്രമത ചുറ്റിത്തിരിയുന്ന, ശരീരിണഹ ശരീരത്തിൽ ബന്ധനായ ജീവാത്മാവിനെ, യത് ഏതൊന്നിനാൽ അങ്ങയുടെ പാതാരവിന്ദ ധൂളിയാൽ, ഇച്ഛത ഇച്ഛിക്കുന്നവനായിട്ട്, സ്യാത് ഭവിക്കുന്നുവോ, വിഭവ എല്ലാ സമ്പത്തുകളും, സമക്ഷ കൺമുന്നിൽ. വിവർത്തനം. അല്ലയോ ഭഗവാനെ, സർപ്പരാജനായ ഈ കാളിയൻ തമോ ഗുണത്തിലാണ് ജനിച്ചതെങ്കിലും ക്രോധത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നതെങ്കിലും മറ്റുള്ളവർക്ക് ലഭിക്കാനാവാത്ത ഒന്ന് നേടിയിട്ടുണ്ട്.
അനേകം ആഗ്രഹങ്ങളുമായി ജന്മമരണ ചക്രത്തിൽ അലഞ്ഞുതിരിയുന്ന ശരീരികളായ ആത്മാക്കൾക്ക് അങ്ങയുടെ പാദരേണുക്കൾ ലഭിക്കുക കൊണ്ട് മാത്രം അവർ എല്ലാ അനുഗ്രഹങ്ങളും നേടാൻ പ്രാപ്തരാകും. ഭാവാർത്ഥം ശ്രീ AC ഭക്തിവേദാന്ത സ്വാമി ശിലാപ്രഭാത് മഹാരാജ് കി ജയ്. മായയിൽ നിന്ന് രക്ഷപ്പെട്ട് നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണാവബോധത്തിലെത്തി അവിടെ ഉറച്ചു നിൽക്കുക എന്നത് ബദ്ധാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമാണ്. എന്നിട്ടും കാളിയന് ഈ അനുഗ്രഹം ലഭ്യമായി. കാരണം ഭഗവാൻ സ്വന്തം പാതാരബിന്ദങ്ങൾ പതിപ്പിച്ച് അവന്റെ പത്തികളിൽ മേൽ നൃത്തമാടി. ബദ്ധാത്മാക്കളായ നമ്മുടെ ശിരസുകളിൽ ഭഗവാൻ നൃത്തമാടുകയെന്ന ഭാഗ്യമുണ്ടാവുകയില്ലെങ്കിലും പരമപുരുഷനായ നിരപേക്ഷത്തിന്റെ പാതാരബിന്ദ ധൂളി അദ്ദേഹത്തിന്റെ പ്രതിനിധിയായ ഉത്തമ വിശ്വാസിയായ ആത്മീയ ഗുരുവിൽ നിന്നും നമുക്ക് നേടാനാവും. അതുവഴി നാം നശ്വര ലോകത്തിന്റെ യാതനകളിലും അജ്ഞതകളിലും നിന്ന് മോചിതരായി തിരിച്ച് സ്വധാമമായ ഭഗവധാമത്തിലേക്ക് മടങ്ങി ചെല്ലാനാവും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 39. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ ഭൂതാശയാ ഭൂതായ പരായ പരമാത്മനേ. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ ഭൂതാവാസ്യ ഭൂതായ പരായ പരമാത്മനേ. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനേ. രമണിമാജി മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. നമഃ നമസ്കാരം. തുഭ്യം അങ്ങേക്കായി ഭഗവതേ പരമദിവ്യതമ പുരുഷൻ പുരുഷായ. കേൾക്കുന്നില്ലേ പ്രഭു? കേൾക്കാം. പുരുഷായ പരമാത്മാവായി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. മഹാത്മനെ സർവവ്യാപികളായ പുരുഷായ പരമാത്മാവായി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭൂത ആവാസായ ആകാശം തുടങ്ങിയ ഭൗതിക വസ്തുക്കളുടെ ആധാരമായ ഭൂതായ സൃഷ്ടിക്ക് മുന്നേ ഉള്ളവനായ പരായ പരമകാരണനായ പരമാത്മനെ എല്ലാ ഭൗതിക കാരണങ്ങൾക്കും അപ്പുറത്തുള്ള. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പരമദിവ്യത്വം പുരുഷനായ അങ്ങേക്ക് ഞങ്ങൾ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ പരമാത്മാവായി വാഴുന്നുണ്ടെങ്കിലും സർവവ്യാപിയാണങ്ങ്. സൃഷ്ടിക്കപ്പെട്ട എല്ലാ ഭൗതിക മൂലകങ്ങളുടെയും ആധാരമാണെങ്കിലും അവയുടെ സൃഷ്ടിക്ക് മുന്നേ എല്ലാറ്റിന്റെയും മൂലകാരണം അങ്ങാണെങ്കിലും പരമമായ ആത്മാവായതിനാൽ എല്ലാ ഭൗതിക കാര്യകാരണങ്ങൾക്കും അങ്ങ് അതീതനാണങ്ങ്. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ചൊല്ലുന്നവനും കേൾക്കുന്നവനും ദിവ്യാനന്ദം ലഭിക്കുവാനായി ഈ മനോഹരമായ സംസ്കൃത ശ്ലോകം ഉറക്കെ വേണം ചൊല്ലുവാൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 40. ജ്ഞാനവിജ്ഞാന നിധയേ ബ്രഹ്മണേ അനന്തശക്തയേ അഗുണായ വികാരായ നമസ്തേ പ്രാകൃതായ ച. ജ്ഞാനവിജ്ഞാന നിധയേ ബ്രഹ്മണേ അനന്തശക്തയേ അഗുണായ അവികാരായ നമസ്തേ പ്രാകൃതായ ച. ജ്ഞാനവിജ്ഞാന നിധയേ ബ്രഹ്മണേ അനന്തശക്തയേ അഗുണായ വികാരായ നമസ്തേ പ്രാകൃതായ ച. ഗീതമാജി. ജ്ഞാന ബോധത്തിന്റെ ജ്ഞാന ആത്മീയ ശക്തിയുടെ നിധയെ സാഗരത്തിന് ബ്രഹ്മണെ നിരപേക്ഷ സത്യത്തിനായിക്കൊണ്ട് അനന്തശക്തയെ അളവറ്റ ശക്തികളുള്ളവനായിക്കൊണ്ട് അഗുണായ ഭൗതിക ഗുണങ്ങൾ ബാധിക്കാത്തവന് അവികാരായ ഭൗതിക പരിണാമങ്ങൾക്ക് വിധേയനാകാത്ത നമതേ അങ്ങേക്ക് നമസ്കാരം. പ്രാകൃതായ ച പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന പരമനും. വിവർത്തനം. ജ്ഞാനവിജ്ഞാനങ്ങളുടെയും അതീന്ദ്രിയ ബോധത്തിന്റെയും സംഭരണിയും അപരിമേയമായ ശക്തിക്കുടമയുമായ നിരപേക്ഷ സത്യത്തിന് നമസ്കാരം. ഭൗതിക ഗുണങ്ങൾക്ക് അതീതനായും ഭൗതിക പരിണാമങ്ങൾക്ക് വിധേയനല്ലാത്തവനും ആണെങ്കിലും അങ്ങാണ് ഭൗതിക പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന പരമപുരുഷൻ. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ബുദ്ധിജീവികളെന്നോ തത്വചിന്തകരെന്നോ യുക്തിവാദികളെന്നോ സ്വയം കരുതുന്ന വ്യക്തികൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിരപേക്ഷ സത്യമായ പരമദിവ്യോത്തം പുരുഷൻ എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളുടെയും ബോധത്തിന്റെയും സാഗരമാണ്.
എന്ന് വെച്ചാൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്നയാൾ യാഥാർത്ഥ്യത്തെ സയുക്തികം മനസ്സിലാക്കാൻ നടത്തുന്ന ശ്രമം ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് വിവേകവും യുക്തിയും കൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യാം. പരമപുരുഷനായ ഭഗവാൻ എല്ലാ ശാസ്ത്രങ്ങളുടെയും എല്ലാ അറിവുകളുടെയും പരിപൂർണതയാണ്. അസൂയയും മത്സരബുദ്ധിയും നിറഞ്ഞ നിസ്സാര മനസ്സുകൾ മാത്രമേ ഈ സുവ്യക്തമായ വസ്തുതയെ തള്ളിപ്പറയുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 41. കാലായ കാലനാഭായ കാല അവയവസാക്ഷിണേ വിശ്വായ തദ് ഉപദ്രഷ്ട്രേ തത്കർത്രേ വിശ്വഭേദവേ. കാലായ കാലനാഭായ കാല അവയവസാക്ഷിണേ വിശ്വായ തദ് ഉപദ്രഷ്ട്രേ തത്കർത്രേ വിശ്വഹേതവേ. കാലായ കാലനാഭായ കാലാവയവസാക്ഷിണേ വിശ്വായ തത് ഉപദ്രഷ്ട്രേ തത്കർത്തേ വിശ്വഹേതവേ. യെസ്. വസുപുഷ്പു വസുപുഷ്പു മ്യൂട്ടാണ് പ്രഭു, മ്യൂട്ടാ. ഹരേ കൃഷ്ണ. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. കാലായ കാലനാഭായ കാലാവയവ സാക്ഷിണേ വിശ്വായ ഉപദ്രഷ്ടേ തത്കർത്രേ വിശ്വഹേതവേ. പ്രധാന പദാർത്ഥം കാലായ കാലത്തിന്, കാലനാഭായ കാലത്തിന്റെ ആശ്രയമായ ഭഗവാന്, കാല അവയവ കാലത്തിന്റെ വിവിധ ഘടകങ്ങൾ, സാക്ഷിനെ സാക്ഷിക്ക്, വിശ്വായ വിശ്വരൂപനെ ലോകരൂപന്, തത് ഉപദ്രഷ്ടേ അതിന്റെ ദൃക്സാക്ഷിക്ക്, തത്കർത്രേ അതിന്റെ കർത്താവിന്, വിശ്വഹേതവേ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണഭൂതന്. വിവർത്തനം: കാലം തന്നെയും കാലത്തിന്റെ ആശ്രയവും കാലത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സാക്ഷിയുമായ അങ്ങേക്ക് നമസ്കാരം. അങ്ങ് തന്നെയാണ് പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ വേറിട്ട സാക്ഷിയും. അതിന്റെ സമ്പൂർണ്ണ സൃഷ്ടാവും അതിന്റെ കാരണവും അങ്ങ് തന്നെ. ഭാവാർത്ഥം: ശ്രീ എ സി ഭക്തിവേദാന്ത സ്വാമി ശീലാപ്രഭു പല പല അവതാരങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുവെങ്കിലും പരമദിവ്യോത്തമപുരുഷനായ ഭഗവാനെ ഒരിക്കലും കാലത്തിനുള്ളിൽ ഒതുക്കുവാനാവില്ല. കാരണം കാലവും കാലത്തിന്റെ ആശ്രയവും കാലത്തിന്റെ ഓരോ ഘട്ടത്തിന്റെയും സാക്ഷിയും അദ്ദേഹം തന്നെയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമാം. മാധുര്യോജലപ്രേമാഢ്യ ശ്രീരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുധാപസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജയേ തേ നമഃ. നമ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായ തേ. ഗൗരാവിർഭവഭൂമിസ്ഥം നിർദ്ദിഷ്ടാ സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ. हेचाय गोशाय पुरी चरण बंधन जहां मोदे विज्ञानास अभीष्ट पूरण वांछा कल्पद्रुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो महावदन्याय कृष्ण प्रेम प्रदायते
कृष्णाय कृष्ण चैतन्य नाम्ने गौरत्विषे नमः पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तियम् ഹരേ हे കൃഷ്ണ कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेशा गोपिका कांदा राधा कांदा नमस्तुते जयदां सरदो पंगो मम मंदमते गदे मत्सर्वस्वपदाम्भोजो राधा मदन मोहनो दिव्यावृन्दारण्यकल्पद्रुमदा श्रीमद्रत्नाकर सिंहासनस्थो श्रीमद्राधा शीलगोविन्ददेवो वैष्टालवि सेव्यमानो स्मरामि श्रीमन्रासरसारम्भी वंशीवडतडस्थितः कषन् वेणुसुनै गोपी गोपीनाथ श्रीयेतुनः तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम राम हरे ഹരേ കൃഷ്ണ न नागभृष्टं न च सार्वभौमं न पारमेष्ट्यं न रसाधिपत्यं न योगसिद्धि अपुनर्भवां वाञ्छन्ति यत्पादरजप्रपन्ना. Those who have attained the dust of your lotus feet never hanker for the kingships of heaven, limitless sovereignty, the position of Brahma, or rulership over the earth. They are not interested even in the perfections of yoga or in liberation itself. Hare Krishna. Hare Bol. നാഗഭക്തന്മാരെ സ്തുതി ആരംഭിച്ചു കൃഷ്ണന്റെ. നാഗഭക്തന്മാർക്ക് ഇപ്പോൾ സന്തോഷമാണ്. കാരണം ഭർത്താവിനെ പീഡിപ്പിക്കണം കണ്ടപ്പോ അത് ആവശ്യമാണ്. അതിന് വളരെ ക്രൂരനാണ്, വിഷം നിറഞ്ഞവനാണ്, തക്കയ ശിക്ഷയ ഭഗവാന്റെ കിട്ടുന്ന എന്ന് അവർ വിചാരിച്ചപ്പോൾ, പക്ഷെ പിന്നീട് കാളിയൻ ഭഗവാനെ പൂർണ്ണമായിട്ടും കീഴടങ്ങിയപ്പോൾ കാളിയന് നേരെ അവർക്ക് വളരെയധികം ദയ തോന്നി. അപ്പോൾ തൻ്റെ കുട്ടികളെല്ലാം എടുത്തുകൊണ്ട് അവര് കൃഷ്ണനെ സ്തുതിക്കാൻ ആരംഭിക്കാം. അപ്പോൾ പറഞ്ഞു, ശരി, അങ്ങ് കൊടുത്ത ശിക്ഷയെല്ലാം വളരെ ഉചിതമാണ്, ഒരു തർക്കമില്ല. ഒരു പാമ്പിന്റെ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അസൂയ വളരെ പ്രധാനമാണ്. അസൂയുള്ള ആൾക്കാർ, കടുത്ത അസൂയുള്ള ആൾക്കാര് അടുത്ത ജന്മം പാമ്പായി ജനിക്കുന്ന പറയുന്നത്. അസൂയ മൂത്ത് കഴിഞ്ഞാൽ അസൂയ വളരെ റിസ്ക് ആണ്. കാരണം അസൂയ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മ ആ മുളയിൽ തന്നെ നിന്നണം. അപ്പോൾ തന്നേക്കാൾ കൂടുതലുള്ള, തനിക്കുള്ളതും തന്നേക്കാൾ കൂടുതലുള്ള വേറെ വ്യക്തിക്കുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, അല്ലെ എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് അസൂയ വരുന്നത്. നമ്മൾ ഭഗവാനെ സേവിക്കുന്നു, നമ്മുടെ കർമ്മം അനുസരിച്ച് ഭഗവാൻ നമുക്ക് കുറച്ച് ഫെസിലിറ്റീസ് തരുന്നു, അതനുസരിച്ച് നമ്മൾ ഭഗവാനെ സേവ ചെയ്യുന്നു. മുൻജന്മ കർമ്മത്തിന്റെ ചില പാളിച്ചകള വാസനകളായിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സേവ അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന് പൂർണ്ണമായ സറണ്ടർ ചെയ്യണം ആഗ്രഹത്തോടുകൂടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനേക്കാൾ കുറച്ച് ഉത്കൃഷ്ടമായ ആരെയും ചെയ്യണം കാണുമ്പോൾ നമുക്ക് അത് ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മൾ എന്താണ് ശരിക്കും ചിന്തിക്കേണ്ടത്? അങ്ങനെ ഒരു ഡിവോട്ടിയുടെ അസോസിയേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി മുന്നോട്ട് പോകാം. ഇന്ന് വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ വേണ്ടേ, എന്നാലും നമുക്ക് ഗുണം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അതിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളെല്ലാം വൃഥാവായി പോകും. അപ്പോൾ പാമ്പിന്റെ ജന്മം കിട്ടുന്നതാണ് പറയാം. അപ്പൊ കാളിയൻ പാമ്പിന്റെ അസൂയ കൂത്തിട്ടാണ് പണി. അസൂയ കൂടുന്തോറും ആ പാമ്പിന്റെ എത്രയോ അസൂയ കൂത്താണോ അതനുസരിച്ച് അതിന്റെ വിഷത്തിന്റെ ശക്തിയും വരും. അപ്പൊ നമുക്കറിയാം, വിഷമില്ലാത്ത പാമ്പുകളുണ്ട്, വിഷം കുറഞ്ഞ സർപ്പങ്ങളുണ്ട്, വിഷം കൂടിയ സർപ്പങ്ങളുണ്ട്, അതിവിഷമുള്ള സർപ്പങ്ങളുണ്ട്. അപ്പോൾ അതിവിഷമുള്ള, മാരകമായ വിഷമുള്ള പാമ്പുകൾ മനസ്സിലാക്കാൻ പറ്റും അത്രയും കടുത്ത അസൂയുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങ് കൊടുത്ത ശിക്ഷ ഉചിതം തന്നെ
എന്ന് നാഗപത്നിമാരെ വിലയിരുത്താണ്. പക്ഷേ തിരിഞ്ഞിട്ടും അങ്ങയുടെ എന്ത് സുഹൃതം ചെയ്തിട്ടാണ് കാളിയന് അങ്ങയുടെ കാൽപാദം ശിരസിൽ പതിക്കാൻ കാരണം ഉണ്ടായത്? മഹർഷിമാരെല്ലാം കോടാനുകൂടി വർഷങ്ങൾ തപസ് ചെയ്തിട്ടാണ് ആ ഭഗവാനെ പ്രത്യക്ഷപ്പെട്ടത്. അത് തന്നെ വലിയ കാര്യമായിട്ട് മനസ്സിലാക്കണം. ആ ഭഗവാനെ ശരണമടയുക, അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളത് അത്യപൂർവമായ ഭാഗ്യം. ആ ഭഗവാന്റെ കാൽപാദം നമ്മൾ ശിരസിൽ പതിക്കുക എന്നുള്ളത് ഏറ്റവും വിരളമായിട്ടുള്ള, ഒരാൾക്കും പക്ഷേ വളരെ അധികം ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന അത്യപൂർവമായിട്ടുള്ള ഭാഗ്യമാണ്. അത് കാളിയനെങ്ങനെ സാധിച്ചു? അത് നാഗപത്നിമാരെ വിസ്മയരാക്കണം. എന്നിട്ട് ഈ ശ്ലോകത്തിൽ പറയാണ്, അപ്പൊ കൃഷ്ണൻ എന്നിട്ട് പറയുന്നുണ്ട്, ലക്ഷ്മി ദേവി വരെ ഇത്രയും ലക്ഷ്മി ദേവി വരെ ഗോപശ്രീയായിട്ട് ഗോപിയായിട്ട് ഭഗവാന്റെ കാൽപാദങ്ങൾ ശിരസിൽ വെക്കാൻ ആഗ്രഹിച്ച് കഠിന തപസ് ചെയ്ത ആളാണ്. എന്നിട്ടത് സാധിച്ചില്ല. അപ്പോ കൃഷ്ണൻ ചോദിക്കുന്ന, അങ്ങനെയാണ് ഇത്രയും കാണാം എൻ്റെ കാൽപാദത്തിന്, എൻ്റെ കാൽപ്പൊടിക്ക് ഇത്രയും മഹത്വം ഉണ്ടോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ അറിഞ്ഞില്ല ഇത്രയും മഹത്വം എൻ്റെ കാൽപാദത്തിലിരിക്കുന്ന ആ ധൂളിക്ക് ഇത്രയധികം മഹാത്മ്യം ഉണ്ടായാലും മഹത്വം ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയ്ക്ക് ഉണ്ട് ശരിക്കും. അത് എന്തപ്പോ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? കൃതിയുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതാണ് ഏറ്റവും വിശിഷ്ടമായത് എന്ന് നിങ്ങൾ പറയുന്നു. അതെങ്ങനെ മനസ്സിലാക്കാം അത് ഇത്രയും വിശിഷ്ടമായിട്ടുള്ളതെന്ന്? അതുകൊണ്ടാണ് അവിടെ ന നാഗപൃഷ്ടം ന സാർവഭൗമം ന പാരമേഷ്ട്യം ന സാധിപത്യം ന യോഗസിദ്ധിർ അപുൻഭവം വാം വാഞ്ചന്തി യത്പാദരജ പ്രപന്ന. നാഗപൃഷ്ടം ചെയ്യാൻ സ്വർഗത്തിലെ വില്ലുങ്ങ, സ്വർഗത്തിലെ അധിപനായിട്ടിരിക്കുക എന്ന് വെച്ചാൽ ഇന്ദ്രന്റെ പൊസിഷൻ, സ്വർഗത്തിന് അധിപനായിട്ട് കണക്കാക്കുന്ന ഇന്ദ്രനാണല്ലോ. അപ്പോൾ ഇന്ദ്രന്റെ പദവി ആവശ്യമില്ല. സാർവഭൗമം, സുപ്രീം സോവറിറ്റി, എല്ലാ പ്ലാനറ്റ്സിലും സുപ്രീമസി. പിന്നെ പാരമേഷ്ട്യം, ബ്രഹ്മാവിന്റെ ക്രിയേഷൻ വഴി നടത്തുക, എല്ലാ സൃഷ്ടിയും നടത്തിയ ആളാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് ഈ ഭൗതിക ലോകത്തില് ബ്രഹ്മാവിന്റെ സ്ഥാനമാണ് ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും വലുതായിട്ടുള്ളത്. ആ അത്രയും വലുതായിട്ടുള്ള ഇതുപോലും ആവശ്യമില്ല. രസാധിപത്യം, പിന്നെന്താണ് റൂളർഷിപ്പ് ഓഫ് എർത്ത്, ഭൂമിയുടെ താഴെയുള്ള ഗ്രഹങ്ങളെല്ലാം ആധിപത്യം. പിന്നെ യോഗസിദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടസിദ്ധികൾ, അണിമ ഗരിമ എന്ന് പറയുന്ന അഷ്ടസിദ്ധികൾ, അതും വേണ്ട. ആ പുനർഭവം, വീണ്ടും ജനിക്കുക, പുനർഭവൻ വീണ്ടും ജനിക്കുക. ആ പുനർഭവൻ വീണ്ടും ജനിക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് അതിന്റെ ജന്മം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷം നഷ്ടം, മോക്ഷം പോലും ആഗ്രഹിക്കാത്തവരാണ്. ആര്? അങ്ങയുടെ പാദരക്ഷസ് നമ്മുടെ തലയിൽ അണിയണം, തങ്ങളുടെ തലയിൽ അണിയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു താല്പര്യമില്ല. സാധാരണ ആൾക്കാർക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളതല്ല. പ്രത്യേകിച്ചും യോഗസിദ്ധികൾ ആഗ്രഹിക്കുന്ന അഷ്ടാംഗ യോഗികൾ, അവർക്ക് അഷ്ടസിദ്ധി ആവശ്യമുണ്ട്. അദ്വൈതവാദികൾക്ക് മോക്ഷ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും അവർ ആഗ്രഹിക്കുന്നു. പിന്നെ കർമ്മികൾക്കുള്ള പൊസിഷനുള്ള ബാക്കിയെല്ലാ കാര്യങ്ങളും, ഇന്ദ്രന്റെ പദവി, ബ്രഹ്മാവിന്റെ പദവി, എല്ലാ ആഗ്രഹങ്ങളുള്ള പദവി, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കർമ്മികൾ. കർമ്മികള്, യോഗികള്, ജ്ഞാനികള്, ഇത് മൂന്നുപേരുടെ ആഗ്രഹങ്ങള്, ഇവരുടെ ഇഷ്ടങ്ങള്, ഇവരുടെ അഭിലാഷമായിട്ടുള്ള അവരെ അപേക്ഷിക്കുന്നത് the topmost of the desires, ഇതൊന്നും ഭഗവാന്റെ കാൽപാദത്തിന്റെ പൊടി തന്റെ തലയിൽ അണിയണം എന്ന് ആഗ്രഹിക്കുന്ന, തീവ്രമായി ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക് ഇതൊന്നും കാര്യമല്ല. അതുകൊണ്ട് പ്രബോധാനന്ദ സരസ്വതി പറയുന്നുണ്ട്, ചൈതന്യ ചന്ദ്രാമൃതയിൽ പറയുന്നുണ്ട്, കൈവല്യം നരകായതേ ത്രിദസപൂർ ആകാശ പുഷ്പായതേ ദുർദാന്തേന്ദ്രിയകാല സർപ്പപടലേ പ്രോത്ഘാതാദംഷ്ട്രായതേ വിശ്വം പൂർണ്ണം സുഖായതേ വിധി മഹേന്ദ്രാദിശ്ച കീടായതേ
യത് കാരുണ്യ കടാക്ഷ വൈഭവത്വം തം ഗൗരം ഏവ സ്തുമാ. കൈവല്യം നരകായതേ. കൈവല്യം വെച്ചെന്താണ്? മോക്ഷം. മോക്ഷം നരകതുല്യമായിട്ട് കണക്കാക്കണം. കാരണം അവിടെ ബ്രഹ്മസേവയില്ല. കൈവല്യമാണ് സായുജ്യ മോക്ഷം. ബ്രഹ്മവാദികൾ അല്ലെങ്കിൽ അദ്വൈതവാദികൾ സായുജ്യ മോക്ഷം. ആ സായുജ്യത്തിൽ ഇങ്ങനെ സുഖമായിട്ട് അവബോധത്തിൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സിന് അലിഞ്ഞു ചേരുക. അത് തീരെ താല്പര്യമില്ല. സേവ അതോട് നിന്നു, അതുകൊണ്ട് വേണ്ട. ദശപൂർ ആകാശപുഷ്പായ. സ്വർഗരാജ്യങ്ങളെല്ലാം ആകാശപുഷ്പം പോലെ ഫാന്റസ്മൊക്കെ. ആകാശപുഷ്പം ഇല്ലാത്തൊരു സാധനം. ആരെ സംബന്ധിച്ചോളം ഉള്ളോ ഉണ്ടായാലും കുഴപ്പമില്ല. നോ, താല്പര്യമില്ല. ദുർദാന്തേന്ദ്രിയ കാലസപ്രപടലി പോത്ഘാതംശായത. വളരെ ബുദ്ധിമുട്ടാണ് ഇന്ദ്രിയവാസനകളെ, ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇന്ദ്രിയ സുഖത്തിന് പിന്നാലെ ഇന്ദ്രിയ വാസനകൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു കാലസർപ്പം പോലെയാണ്. പക്ഷെ കാലസർപ്പത്തിന്റെ പല്ല് കൊഴിഞ്ഞു കഴിഞ്ഞാൽ, പല്ല് പിഴുതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണോ കാലസർപ്പത്തിന് അതിന് വീര്യമില്ലാത്തത്, അതേപോലെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവയിൽ ഭഗവാനെ മാത്രം സേവിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇന്ദ്രിയങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് അതൊന്നും തീരെ ബാധിക്കില്ല നമുക്ക്. വിശ്വം പൂർണ്ണ സുഖായതേ. വിശ്വം മുഴുവൻ, ലോകം മുഴുവൻ വളരെ ആനന്ദകരമായിട്ട് തോന്നുന്നു. വിധി മഹേന്ദ്രാദിശ്ച കീട്ടായതേ. വിധി ബ്രഹ്മാവ്, മഹേന്ദ്ര ഇന്ദ്രൻ, ഇവരുടെ സ്ഥാനങ്ങളെല്ലാം വെറും കീടം, തുച്ഛമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു. ആർക്ക് തോന്നുന്നു? യത് കാരുണ്യകടാക്ഷ വൈഭവദം തം ഗൗരമേ വാസ്തുമാം. വൈഭവതാം. ആരുടെ? ചൈതന്യ മഹാപ്രഭുവിന്റെ കടാക്ഷം. അത് കിട്ടുന്ന ആളും മോസ്റ്റ് കോൺഫിഡൻഷ്യൽ ഡിവോട്ടി. വൈഭവതാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിവോട്ടി. അവർക്ക് മാത്രമേ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരിയായിട്ടുള്ള കരുണാ കടാക്ഷം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു താല്പര്യമില്ല. അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭുവിനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് പ്രബോധാനന്ദ സരസ്വതി. അപ്പൊ ഇതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഇതിലും. കാരണം ഭഗവാന്റെ കാൽപാദങ്ങൾ ശിരസിലണിയാക്കാനൊക്കെ ഇതൊന്നും താല്പര്യമില്ല. ഏതേതെങ്കിലും ദേവന്റെ ദേവിയുടെ അനുഗ്രഹങ്ങളോ നമ്മൾ പറയും അയ്യോ ആ ദേവന്റെ അല്ലെങ്കിൽ ഇന്നമ്പലത്തെ ദേവിയുടെ കടാക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം സുഖമായി, പിന്നെ ഒരു പ്രശ്നമില്ല. അത്രയും ശക്തിയുള്ളതാണേ, അത്രയും ശക്തിയുണ്ട് ആ ദേവിക്ക് അല്ലെങ്കിൽ ആ ദേവന്. അവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഒന്ന് നമസ്കരിച്ചാൽ മതി, നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തും. പിന്നെ മറ്റെന്ത് വേണം നമുക്ക് എന്ന് സാധാരണ ആൾക്കാർ ചിന്തിക്കും. പക്ഷെ ഭക്തന്മാർ ഒരിക്കലും ചിന്തിക്കില്ല. ഭക്തന്മാർക്ക് മാത്രം പറയും. കാരണം എന്താ? അടുത്ത ശ്ലോകം പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? അത് ആഗ്രഹിക്കുന്നതിലെ കാരണം എന്താണ്? തദേ വൃഷനാഥാപ ദുരാപം അനൈഷ് തമോജനി ക്രോധവശോ അവീഹിഷാം സംസാരചക്രേ ഭ്രമദ ശരീരിണോ യദിച്ഛദസ്യാം വിഭവ സമക്ഷാ. O Lord, although this Karya, the king of serpents, has taken birth in the mode of ignorance and is controlled by anger, he has achieved that which is difficult for others to achieve. Embodied souls who are full of desires and are thus wandering in the cycle of births and death can have all benedictions manifested before their eyes simply by receiving the dust of their lotus feet. ഭൗതിക ലോകം പക്ഷെ കൽമഷം നിറഞ്ഞതാണ്.
അതിൽ നിന്ന് പുറത്തു വരിക, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ നിന്ന്, അതിന്റെ ആ കയത്തിൽ നിന്ന്, അതിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങയുടെ പാദരജം ആ പാദങ്ങളിലെ മുടി ശിരസിൽ അണിയാണെങ്കിൽ അളിയന ഭാഗ്യണ്ടായി. ഉടനടി എല്ലാ തരത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങള് മുഴുവില്ലാതെ, അല്ലെങ്കിൽ ഭൗതിക ആഗ്രഹങ്ങള് വല്ലതും ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകം പരിശ്രമിക്കുന്ന ആവശ്യമില്ല എന്നർത്ഥം. കൃഷ്ണനെ ജപിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കൃഷ്ണനെ ഭക്തി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവിധ ഒപ്പുലൻസ് ഉണ്ടാവും. അവരങ്ങനെ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഭക്തന്മാരെ, ശരിയായിട്ട് ഭക്തന്മാരെ ആഗ്രഹിക്കുകയില്ല. അതിന് ആവശ്യമില്ല. കാരണം കൃഷ്ണപ്രേമം, കൃഷ്ണസേവ, അതിനു മുമ്പിൽ ഇതൊന്നും എന്താണുള്ളത്? പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ പൊസിഷൻ വരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ വേണമെങ്കിൽ കൃഷ്ണൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നത് വേണോ, എടുത്തോളൂ. ആറ് തരത്തിലുള്ള മുക്തി പോലും ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് ഭക്തന്മാർ. കൃഷ്ണൻ വെച്ച് നീട്ടാണ്, ഇതാ മോക്ഷം എടുത്തോളൂ, എത്ര മോക്ഷമാണ്, ഇതെല്ലാം ഞാൻ തരാൻ പോകും. പക്ഷെ എങ്ങനെയെങ്കിലും ഭക്തന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണം. അതുപോലെ ബുദ്ധിയുള്ള ആൾക്കാര് കൃഷ്ണനെ മാത്രമേ പോകുള്ളൂ. ഇപ്പോ അകാമോ സർവകാമോ മോക്ഷകാമോ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന, നമുക്കറിയാം. അത് എല്ലാത്തിനും ആഗ്രഹമുണ്ടവൻ, യാതൊരു ആഗ്രഹമില്ലാത്തവനും, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും കൃഷ്ണനെ മാത്രം ഭവിച്ചാൽ മതി. അതുകൊണ്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, കൃഷ്ണനെ മാത്രം. ഈ പുറപ്പാട്ടില് പ്രഭു പറയുന്നുണ്ട്, ശ്രീ 10-ാം സ്കന്ധം 14-ാം ശ്ലോകം മുതല് 14-ാം അധ്യായം മുതല് പ്രഭാതിലെ ശിഷ്യന്മാരാണ്, നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ശിഷ്യന്മാരാണ് എൻ്റെ പുറപ്പെട്ട് എഴുതിക്കണേ. വിശേഷമായിട്ട് ഹൃദയാനന്ദദാസ് ഗോസ്വാമി, അതാണ് മെയിനായിട്ട് ചെയ്തേക്കണേ. അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രഹ്ലാദ പ്രഭുവിനാണ് കിട്ടേണ്ടത്. പക്ഷെ പല കാരണവശാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയാനന്ദദാസിനെ കൊടുത്തു. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഗോപി പാരണധന അധികാരി, ദ്രാവിഡദാസ ബ്രഹ്മചാരി, ബ്രഹ്മചാരി, ഇവരെല്ലാം സഹായിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിവിടെ പറയുന്നുണ്ട്, നമ്മളെപ്പോലത്തെ കണ്ടീഷൻ സോൾസ്, പ്രതിബദ്ധമായ ബദ്ധാത്മാക്കൾക്ക് ഭഗവാന് നേരിട്ട് ലഭിക്കാനുള്ള ഭാഗ്യമില്ല. പക്ഷേ ഭഗവാന്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള അധികാരിയായിട്ടുള്ള ആ ആത്മീയ ഗുരുവിൻ്റെ കാൽപാദത്തെ രചങ്ങള് പൊടികള് നമുക്ക് അണിയുകയാണെങ്കിൽ അതിന് തുല്യമായിരിക്കും രജോഭിഷേകം. അതേപോലെ തന്നെയാണ് ആത്മീയ ഗുരുവിന്റെ കാൽപാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി നമ്മുടെ തലയിൽ വീഴുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. അങ്ങനെ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് ശില ഭഗവാന്റെ ശിഷ്യന്മാർക്കെല്ലാം അങ്ങനെ ഭാഗ്യം ഉണ്ടായി. നേരിട്ട് തിരിച്ചെടുത്ത ആൾക്കാർക്ക് ശിലപ്രഭാത ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിലപ്രഭാതിന്റെ കാൽ നിസ്കരിച്ച ആൾക്കാർക്ക് കൃഷ്ണന്റെ കാൽപ്പൊടി തലയിൽ വെക്കുന്ന പോലെയാണ് ശിലപ്രഭാതിന്റെ പാൽപ്പൊടി. കാരണം അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആളാണ്. കൃഷ്ണഭക്തി ഏറ്റവും ട്രാൻസ്പെറന്റ് മീഡിയ ആണ് ശിലപ്രഭാതി. കൃഷ്ണഭക്തി നമുക്ക് അതിൽ നിന്ന് കിട്ടും, ഇത്രയും ട്രാൻസ്പെറന്റ് മീഡിയ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ശീലപ്രഭാതം മാത്രമേ അത് കിട്ടുള്ളൂ, വേറെ എവിടെ നിന്നും കിട്ടില്ല. അതിപ്പോ എല്ലാവർക്കും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ശിലപ്രഭാത ഓർഡർ ഇട്ടത്. താൻ തന്നെയായിരിക്കും ദീക്ഷാ ഗുരു എന്നുള്ളത്. കാരണം താൻ ദീക്ഷ കൊടുക്കുന്ന ആൾക്കാര്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, അവർ തീർച്ചയായിട്ടും ഭഗവാൻ ധാമിക്ക് എത്തിക്കേണ്ട ചുമതല അല്ലെങ്കിൽ ആ ദൗത്യം ശിലപ്രഭാത ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മള് ശിലപ്രഭാതം മാത്രം അംഗീകരിച്ച് ശിലപ്രഭാതിന്റെ കാൽപാദങ്ങള് ആശയം എടുത്തു കഴിഞ്ഞാൽ
ശിലാഭാഗം ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വളരെ സേഫ് ആയിട്ട് നമുക്ക് കൃഷ്ണധാമിലേക്ക് പോകാം. ആ ബാധ്യം എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഇതിന് പറഞ്ഞ ശേഷം ഈ ശ്ലോകം മുതൽ കൃഷ്ണനെ നമസ്കാരം ചെയ്യണം. അത് ഇനി ഭക്തിയോട് കൂടിയിട്ട് നമസ്കാരം ചെയ്യണം. കൃഷ്ണാവരുടെ ഭാവങ്ങൾ ഐശ്വര്യങ്ങൾ പറയുകയും ചെയ്യും, അതോടൊപ്പം നമസ്കാരം ചെയ്യുന്നുണ്ട്. 33 48 വരെ 10 ശ്ലോകങ്ങള് 11 പ്രാവശ്യം നാഗകന്യമായി നമസ്കരിക്കുന്നുണ്ട്. ചക്രത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് നമുക്ക് എണ്ണി നോക്കാൻ വേണമെങ്കിൽ നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ. We offer our obeisance unto you, the Supreme Personality of Godhead, although present in the hearts of all living beings as a super soul, you are all pervasive. Although the original shelter of all created material elements, you exist prior to their creation. And although the cause of everything, you are transcendental to all material cause and effect, being the Supreme Soul. അവിടെ 3 കാര്യങ്ങളാണ് ഭഗവാനെ കുറിച്ചുള്ള ഭഗവാന്റെ ആ ഇഷ്ടമായ ഗുണങ്ങള്, ഇഷ്ടമായ പവേഴ്സ്. ഷഡൈശ്വര്യ സമ്പന്നാണ് ഭഗവാൻ, നമുക്കറിയാം. അപ്പോ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മൻ, ഭഗവാൻ തന്നെയാണ് പരമാത്മാവ്. ബ്രഹ്മനായിട്ട് എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാൻ സകല ജീവാത്മാക്കളുടെ ഹൃദയത്തില് സ്ഥാനീയനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, although present in the hearts of all living beings as a super soul, you're all pervasive. എല്ലാ ദിക്കിലും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ ബ്രഹ്മൻ വഴി. അതേ സമയത്ത് പരമാത്മാവായിട്ട് ഓരോരുത്തരുടെ ഹൃദയത്തിൽ വാഴുന്നുണ്ട്. ഏകദേശസ്ഥിതി അഗ്നി ജ്യോത്സ്ന വിസ്താരതേ യഥാ പരസ്യ ബ്രഹ്മണ ശക്തി തദൈവം ഇലം. ഒരു റൂമില് ഒരു മൂലയില് ദീപം തെളിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രകാശം എന്നാൽ ആ റൂം മുഴുവൻ പരക്കുകയാണ്. അതുപോലെ ഭഗവാന്റെ ശക്തി, ഭഗവാൻ അദ്ദേഹത്തിന്റെ ധാമിലാണെങ്കിൽ പോലും ഭഗവാന്റെ ശക്തികൾ വഴി, വിസ്തരണങ്ങൾ വഴി ഭഗവാൻ ഭൗതികത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കും. Although the original shelter of all created elements, സകല ഭൂതങ്ങളുടെയും സൃഷ്ടിക്കപ്പെട്ട സകല ഭൂതങ്ങളുടെയും ഭൗതിക ലോകത്തിന്റെയും ക്രിയേഷൻ നമുക്കറിയാം. ഭഗവാന്റെ എക്സ്റ്റേണൽ പൊട്ടൻസി അറിയാം, നമുക്കറിയാം പ്രധാന. അപ്പോ ഈ 24 ഭൗതിക പദാർത്ഥങ്ങള് ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും ഈ ഭൂലോകത്തില്. അപ്പോൾ 24 എലിമെന്റ്സിന്റെ കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിന്റെ പ്രധാന എന്ന ശക്തിയിൽ കൂടെയാണ്, ബഹിരംഗ ശക്തിയിൽ കൂടെയാണ് ഈ ഭൗതിക ലോകം പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എന്ന് നമുക്കറിയാം. And all the cause of everything, you are transcendent to all material cause and effect. എല്ലാത്തിൻ്റെയും പിൻബലവും എല്ലാത്തിൻ്റെയും സ്ഥാനവും എല്ലാത്തിൻ്റെയും എന്താ പറയാ സപ്പോർട്ടും മയാ തദഗതം സർവം ജഗദവ്യക്തമൂപിന മസ്താനി സർവഭൂതാനി നചാഹം തേഷു അവസ്ഥിത. സകല ദിക്കിലും അവ്യക്തഭൂതാനി ബ്രഹ്മനായിട്ട് സകല ദിക്കിലും വിസ്തരിച്ച് നിൽക്കുന്നു. അതെല്ലാം ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്നു. എന്നാൽ ഭഗവാൻ അതിനെ ആശ്രയിക്കുന്നില്ല. സകല സാധനങ്ങളും സൃഷ്ടിച്ച ഭഗവാനാണ്, എന്നാൽ ഭഗവാൻ അതിലില്ല. അപ്പോൾ ഇതില് പലയിടത്തും നമുക്ക് ഇതും കാണാൻ പറ്റും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. ഏചൈവ സാത്വിക ഭാവ രാജസ താമസ ഏവ മത്ത് ഏവൈതി തൻവിധി ജാം തേഷു അവസ്ഥിത എന്ന് ഭഗവാൻ അവിടെയും പറയുന്നുണ്ട്. അപ്പൊ സകല കാരണത്തിനും കാരണഭൂതനായിരിക്കുന്ന ഭഗവാൻ, എന്നാൽ ഭഗവാൻ സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തിയില് എപ്പോഴും നിലനിൽക്കുന്നു. അതിൽ നിന്ന് പുറത്ത് ഭഗവാൻ വരുന്നു.
അപ്പോൾ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടാണ്, കേൾക്കാനും വളരെ ഇമ്പമുള്ളതാണ്. അത് ഉറക്കെ ചെല്ലണം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ സാവാസായ ഭൂതായ പരായ പരമാത്മനേ. അപ്പോൾ അങ്ങനെയുള്ള പരമാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് നാഗന്മാർ പറയണം. ജ്ഞാന വിജ്ഞാനിതേ ബ്രഹ്മണേ അനന്തശക്തേ അഗുണായ അവികാരായ നമസ്തേ പ്രാകൃതായ ച. Obeisance unto you, the absolute truth, who are the reservoir of all transcendental consciousnesses and potency and possessor of unlimited energies. Although completely free of material qualities and transformations, you are the prime mover of material nature. Maya dakshina pradisuyate characharam. ഭഗവാനാണ് ഇത് ചലിപ്പിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നു. നമ്മുടെ മെറ്റീരിയലിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യൻ മെറ്റീരിയലിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത് IMD പിന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി KSDMA. ഇവരെല്ലാം പറയാവർക്ക് ഒരിക്കലും മഴയും അത് ചെയ്യും. പക്ഷെ മഴ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? ഇത്രയധികം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ആരെ നിയന്ത്രിക്കണം അത് പറയാനേ പറ്റുള്ളൂ. ഇന്ന് വരാൻ പോകണം ഇത്രയും മഴ അലേർട്ട്സ് പറയും അല്ലെ? യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, ഇത് പറയാം ഇത് വരേണ്ടത്. പക്ഷേ ഇതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? ഇത് സയൻസ് പറയില്ല, അതവർക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് ഫോക്കാസ്റ്റ് ചെയ്യാന്നാണേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇതൊന്നും നിയന്ത്രിക്കാനും പറ്റില്ല അവർക്ക്. അത് ഫോക്കാസ്റ്റ് തന്നെ പലപ്പോഴും പാളിപ്പോവുകയും ചെയ്യും. അത് നമുക്കറിയുന്ന കാര്യമാണ്. സകല ജ്ഞാന വിജ്ഞാന ഇവിടെ നമ്മുടെ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉറവിടം ഭഗവാനാണ്. ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സാധാരണമായിട്ടുള്ള റേഷൻ ഇന്റലിജൻസ് ഉപയോഗിച്ചാൽ പോരാ. പക്ഷെ ആ റേഷൻ ഇന്റലിജൻസ് നമുക്ക് ഉപയോഗിക്കാം. ചൈതന്യ ചേതാമൃതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃഷ്ണദാസ് കവരാജ് ഗോസ്വാമി പറഞ്ഞ നിങ്ങളുടെ റേഷൻ ഇന്റലിജൻസ് നിങ്ങൾ ഭഗവാനിൽ അപ്ലൈ ചെയ്യൂ, ഭഗവാൻ മനസ്സിലാക്കാൻ നോക്കൂ. അപ്പൊ ആ റേഷൻ ഇന്റലിജൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിയായി നിങ്ങൾ ശരിയായിട്ടുള്ള റേഷൻ ഇന്റലിജൻസ് നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കുകയാണെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിൽ അർപ്പിക്കുകയാണെങ്കിൽ, ചൈതന്യ മഹാപ്രഭു എത്രയോ കൃപാലുവായിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാൻ എത്ര കൃപാലുവാണ്. ഈ പൊട്ടൻസി, സകല പൊട്ടൻസി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്തിന് സൃഷ്ടി നടത്തി, ആർക്കു വേണ്ടി സൃഷ്ടി നടത്തി, എങ്ങനെ സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഈ സൃഷ്ടിയിൽപ്പെട്ട ആൾക്കാരെ എങ്ങനെ തിരിച്ച് അദ്ദേഹത്തെ ധാമനിക്ക് എത്തിക്കുന്നു. ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഫിലോസഫി മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ റാഷണലായിട്ടുള്ള അതിൻ്റെ ലക്ഷണമൊന്നും മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മുടെ വെറും ഭഗവാനെ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള റാഷണൽ ടെൻഡൻസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തില്ല. അപ്പൊ ഇവിടെ തന്നെ വേണ്ടേ, എങ്ങനെയാണോ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യത്തില് ഇവിടെ പറയുന്നത്, യൂസ് യുവർ റാഷണൽ ഇന്റലിജൻസ്. അപ്പൊ നമ്മുടെ ഇന്റലിജൻസ് നമുക്ക് ഉപയോഗിക്കണം. എങ്ങനെ? ഭഗവാന്റെ ആ സുപ്പീരിയോറിറ്റി എങ്ങനെയാണ് ഭഗവാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ ഇന്റലിജൻസ് നമ്മൾ ഉപയോഗിക്കണം. ആ ഇന്റലിജൻസ് ശരിയായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിരിച്വൽ മാസ്റ്റർ. അത് ശീലപ്രഭാതന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാർക്ക്, ഈവൻ ഈ റേഷൻ ഇന്റലിജൻസ് ആൾക്കാർക്ക് പോലും ശീലപ്രഭാത് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം നമുക്ക് റാഷണലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ നമ്മൾ മനസ്സിനെ നിശബ്ദമാക്കുക, അത് നടക്കുന്ന കാര്യമില്ല ശീലപ്രഭാത് പറയും.
മനസ്സിനെ നിശബ്ദാക്കാൻ കഴിയില്ല. അത് നമ്മൾ നമ്മുടെ റാഷണലൈസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ നിയോഗിക്കുക. അത് സിമ്പിൾ എക്സാമ്പിൾ ആണ് എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ റാഷണലൈസിനെ അപ്പീൽ ചെയ്തത് ശരിയാണ്. യെസ്, അനുഭവസ്ഥരാണ് നമ്മൾ. എത്രയും അലേർട്ടായാലും ശരി, നമ്മൾ അലേർട്ടായി ആ ചിന്ത പോയി, വീണ്ടും ചിന്ത വന്നു, വീണ്ടും അങ്ങനെ അലേർട്ടായി ആ ചിന്ത അപ്പം തന്നെ പോയി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഭഗവാന്റെ ശക്തികൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഭഗവാന്റെ പവേഴ്സ് എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാത്തിൻ്റെയും കാരണം കൃഷ്ണൻ തന്നെയാണ്, വേറെ ആരുമില്ല. കാലായ കാലനാഭായ കാലാവയാസ സാക്ഷിണേ വിശ്വായ തത് ഉപദഷ്ട്രേ തത് കൃത്രേ തത് കർത്രേ വിശ്വഹേതവേ. The Supreme Personality of God, although appearing in different incarnations, obeises unto you who are time itself, the shelter of time and the witness of time in all its spaces. You are the universe and also its separate observer. You are the creator and also the totality of all its causes. വീണ്ടും ആ ക്രിയേഷനെ കുറിച്ച് തന്നെയാണ് അത് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് കാലം എന്നുള്ളത്. അത് ഭാഗമാണ്. കാലത്തിൽ കൂടെ ഘടിപ്പിച്ചിട്ടാണ് ഈ ക്രിയേഷൻ നടക്കുന്നത്. നമുക്കറിയാം 3-ാം സ്കന്ധത്തില് 12-ാം അധ്യായത്തില് ഫ്രം മൈന്യൂട്ട് ടൈം ടു മെഗാ ടൈം എന്നുള്ള ശ്ലോകത്തിൽ നമുക്കറിയാം കാലത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഒരു സൂര്യരശ്മി, 2 സൂര്യരശ്മി നീങ്ങാനുള്ള സമയം മുതൽ ഏറ്റവും 1 bar 4000 സംതിങ്ങിൻ്റെ സെക്കൻഡ്സ്, അത്രയും ഷോർട്ടായിട്ടുള്ള കാലം മുതൽ ബ്രഹ്മാവിൻ്റെ ആയുസ് വരെ പല പല ഘട്ടങ്ങൾ, കാലത്തിൻ്റെ ഘട്ടങ്ങൾ, ഫോർട്ട് നൈറ്റ്, മന്ത്, ഇയർ, യുഗാസ്, കൽപ്പ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാന്റെ ഇതാണ്. കാലം സൂര്യന്റെ മൂവ്മെന്റ്സ് അനുസരിച്ച് സൂര്യനെ നിയന്ത്രിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കാലം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്, ഭഗവാൻ കാലത്തിന്റെ നിയന്ത്രണത്തിലല്ല. കാലത്തിന് നമുക്ക് ഭഗവാനെ വേണമെങ്കിൽ ഏറ്റവും ചെറുതായിട്ട് കിടക്കാം, അല്ലെങ്കിൽ ഏറ്റവും വലുതായിട്ട് നീട്ടാം. രസ ഡാൻസ് ഒരു കൽപ്പം നീണ്ടു നിന്നാ പറഞ്ഞു. അപ്പോ ഒരു രാത്രി എന്നുള്ള ഒരു കൽപ്പമായിട്ട് വേണമെങ്കിൽ ഭഗവാനെ മാറ്റാൻ പറ്റും. ഒരു കൽപ്പത്തിനെ ഒരു രാത്രിയാക്കാനും പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്ര ഭഗവാന്റെ ആ വൈഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞങ്ങളിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. നാഗാന്യമാത്ര എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. ഇനി വരുന്ന ശ്ലോകങ്ങളെല്ലാം 48-ാം ശ്ലോകം വരെ ഇങ്ങനെ തന്നെ തുടരും. ഭഗവാന്റെ ഓരോ വൈഭവങ്ങള് എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി നാഗഭൂമ വിസ്തരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. വാഞ്ചാകൽപതരുഭ്യശ്ച സിന്ധുഭ്യേവ ച അനന്തകോടി ഹരേ കൃഷ്ണ.